ഇന്നലെയുള്ള മാച്ചസിൽ 22 റൺ വേണം. അപ്പം നമ്മുടെ സഞ്ജയ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട്, ധോണി റൈറ്റിലുണ്ട്, ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ്. എടാ കരുവാറ മോനെ, നീ നിന്റെ കൂടെയുള്ളവരോട് വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ വെച്ചേക്കില്ല. നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും ഞാൻ പൊക്കും. ഇത് ദേവിയാ പറയുന്നത്, കേട്ടോടാ. എടാ സുനി, സുനീനൊക്കെ തട്ടി പേടിച്ച നീ ആരാടാ? നീ ആരെന്റെ അപ്പനെ തന്നെ? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കടാ. നീ ആരാടാ ഓണ? ഞാനാടാ ഓൺ സെബാസ്റ്റ്യൻ. എന്ത് തോന്നിയാസാണ് നീ കാണിക്കുന്നത്? നിനക്ക് ബോധമില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ്, എന്റെ അച്ഛനല്ല. ഈ കിടക്കുന്നത് തൊണ്ടിയ. ഞാൻ എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. നീ ആക്രി കൊണ്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഏതോരത്തെ ചത്തേന്റെ പേര് നാട്ടി വന്നത്. പിന്നെ ആ ചത്ത ഇടവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ മുന്നേരെ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ട്. നിന്റെ അപ്പന്റെ കൈവിട്ട് മാറ്റിയിട്ട് കുറച്ച് ആവുന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടായോ? അത് തുണിക്കട്ട. നീ ആവശ്യം കാണിക്കാതെ നിന്റെ അപ്പനെ ഒന്നാന്നും പറഞ്ഞ് കൈ ഓടിക്കാതെ. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്നതുപോലെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള കഥയാണ് ഈ കണ്ണൂർ. ആ കഥയിലെ ലോജിക്കലി നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തിയാണ് അവസാനം കിട്ടുന്ന കഥകാര്യം യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. അപ്പ ജ്യൂസ്, അതായത് അന്നം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് പാർട്ട് ടൈം അടിച്ച് ഒരുക്കി കിട്ടാൻ അണ്ണന് പിന്നെ 8 നില പൊട്ടി. അണ്ണന് പിന്നെ കോളേജ് ചേരാൻ പറ്റിയില്ല. പിന്നെ അണ്ണൻ കടയിൽ നാട്ടിയോടടി. പിന്നെ നേരത്തെ പോണ നാളെ ഡീറ്റെയിൽ മിണ്ട ചാൻസ് ഗൺ അണ്ണ എടുക്കാൻ മറന്നു. കണ്ണെടുക്കാൻ മറന്നു. ಗಂಟು ತಗೊಂಬಂದಿಲ್ವಾ? ಯಾರು ಅಲ್ಲಲ್ಲಣ್ಣ, ಗಂಟು ತಗೊಂಬಂದಿಲ್ವಾ? എടാ മോനെ, രംഗച്ചേട്ടൻ കാണിച്ചത് അമ്മാണ് നോച്ചി. ഓ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.